ഗോവിന്ദനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നെന്ന് സ്വപ്ന സുരേഷ്. അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ച് MV ഗോവിന്ദൻ നൽകിയ കേസിൽ സ്വപ്നയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ നിരന്തരം ഹാജരാകാത്തതിനെ തുടർന്ന് തളിപ്പറമ്പ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സ്വപ്ന സുരേഷിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. കോടതിയിൽ ഹാജരായ സ്വപ്നയ്ക്ക് ജാമ്യം അനുവദിച്ച കോടതി കേസ് ഈ മാസം 25ലേക്ക് മാറ്റി. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ ആരോപണങ്ങൾ പിൻവലിക്കാൻ MV ഗോവിന്ദൻ ഇടപെട്ടുവെന്ന് സ്വപ്ന ആരോപിച്ചിരുന്നു. ഇടനിലക്കാരനായ വിജേഷ് പിള്ള വഴി 30 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു ആരോപണം. ഇതിനെ തുടർന്നാണ് MV ഗോവിന്ദൻ അപകീർത്തി കേസ് നൽകിയത്. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ്. I didn't go to anybody and they promised me all this. I don't have to create anything because I do not know this gentleman personally. And I never knew that somebody like this existed. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് പറയുക? സ്വപ്നയുടെ ആരോപണത്തിൽ അപകീർത്തി കേസ് നൽകാൻ MV ഗോവിന്ദൻ കാണിച്ച ആർജവം മുഖ്യമന്ത്രിയും കാണിക്കണമെന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ കൃഷ്ണരാജ് പറഞ്ഞു. ഗോവിന്ദൻ കാണിച്ച ആർജവം മുഖ്യമന്ത്രി മോളോട് കാണിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കൊടുക്കട്ടെ, എല്ലാവരും മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. ഇത് സ്വപ്ന സുരേഷ് ഇഷ്ടംപോലെ മാനനഷ്ടം വരുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയും കുടുംബത്തിന് നേരെ പറഞ്ഞിട്ടുള്ളൂ. ചുണയുണ്ടെങ്കിൽ എല്ലാവരും മുമ്പോട്ട് വരട്ടെ, കേസ് കൊടുക്കട്ടെ. ധാരാളം CPM നേതാക്കൾക്ക് വരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഗോവിന്ദനെ വന്ന് തട്ടിപ്പ് കാണിക്കുന്നതിൽ വരെ സീൽ കേസ് കൊടുക്കാൻ പറയും. കേസ് ഈ മാസം 25-ന് വീണ്ടും പരിഗണിക്കും. CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി K സന്തോഷ് നൽകിയ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.